നമസ്കാരം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ദിവസങ്ങൾക്കകം യുക്രൈൻ എന്ന കൊച്ചു രാജ്യത്തെ കീഴടക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റഷ്യ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടതെങ്കിലും അസാമാന്യമായ പ്രതിരോധമായിരുന്നു യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് യുക്രൈൻ തനിച്ചായിരുന്നില്ല, പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും പിന്തുണ യുക്രൈനുണ്ടായിരുന്നു. അങ്ങനെ യൂറോപ്പും അമേരിക്കയും നൽകുന്ന പിന്തുണയോടുകൂടി, ആയുധങ്ങളുടെയും പണത്തിൻ്റെയും പിന്തുണയോടും കൂടി യുക്രൈൻ പലതവണ റഷ്യയെ ആക്രമിച്ചു, റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിച്ചു. അങ്ങനെ ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. എന്നാൽ യുക്രൈൻ എന്ന രാജ്യം ഉടൻ തന്നെ ചാമ്പലാകാൻ പോകുന്ന നിമിഷം വിദൂരമല്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സൂചന നൽകുന്നത് മറ്റാരുമല്ല, അമേരിക്കയാണ് എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ സൂചനയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറും 15 മിനിറ്റും നീണ്ട ഈ ചർച്ചയിൽ റഷ്യ യുക്രൈൻ സംഘർഷമാണ് ഏറെ സമയവും ചർച്ചാ വിഷയമായത്. ഇറാനുമായി ഉണ്ടാക്കേണ്ടിയിരിക്കുന്ന ആണവ കരാറിനെക്കുറിച്ചും അമേരിക്ക റഷ്യയുമായി ചർച്ച നടത്തി എന്നാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന സൂചന. ഇതനുസരിച്ച് ഈ ചർച്ചയ്ക്കിടയിൽ തനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അതായത് റഷ്യ ഒരു കനത്ത ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ജൂൺ മാസം 1-ാം തീയതിയാണ് യുക്രൈൻ റഷ്യയെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യയ്ക്കുള്ളിൽ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയത്. യുക്രൈൻ്റെ സീക്രട്ട് ഏജന്റുമാർ റഷ്യയ്ക്കുള്ളിലേക്ക് ഡ്രോണുകൾ കടത്തുകയും ലോറിയിൽ ഈ ഡ്രോണുകൾ കൊണ്ടുപോയി റഷ്യയുടെ വിവിധ വ്യോമസേനാ താവളങ്ങൾക്ക് സമീപം പാർക്ക് ചെയ്യുകയും വിദൂര നിയന്ത്രണ സംവിധാനങ്ങളിലൂടെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഈ വ്യോമത്താവളങ്ങൾ ആക്രമിക്കുകയുമാണ് യുക്രൈൻ ചെയ്തത്. റഷ്യയുടെ 5 പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ വ്യോമസേനാ താവളങ്ങളാണ് യുക്രൈൻ തകർത്ത് കളഞ്ഞത്. അതായത് ഈ വ്യോമത്താവളങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന 40ഓളം യുദ്ധവിമാനങ്ങൾ, ആ വിമാനങ്ങളെ യുക്രൈൻ ഡ്രോണുകൾ തകർത്തെറിഞ്ഞു. റഷ്യയുടെ ക്രൂയിസ് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ ഫൈറ്റർ ജെറ്റുകളെയാണ് യുക്രൈൻ ഈ ഡ്രോൺ ആക്രമണത്തിലൂടെ തകർത്തത്. റഷ്യയെ ഞെട്ടിച്ച ഒരാക്രമണമായിരുന്നു അത്. അതായത് യുക്രൈൻ റഷ്യ അതിർത്തിയിൽ നിന്നും റഷ്യയിലേക്ക് ഏതാണ്ട് 5000 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ആക്രമണം നടത്തിയത്. റഷ്യയെയും മറ്റ് ലോകരാജ്യങ്ങളെയുമൊക്കെ ഞെട്ടിച്ച ഒരാക്രമണമായിരുന്നു. യുക്രൈൻ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ആക്രമണം നടത്തും എന്ന് റഷ്യ വിചാരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് റഷ്യ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നു എന്ന വിവരം ഇപ്പോൾ അമേരിക്ക പുറത്തുവിടുന്നത്. റഷ്യയെ ഇത് വല്ലാതെ ഞെട്ടിച്ചു. റഷ്യയുടെ അഭിമാനത്തെ ഇത് ചോദ്യം ചെയ്തു. അതുകൊണ്ട് തന്നെ പുടിൻ കട്ടക്കലിപ്പിലാണ്. ശക്തമായ തിരിച്ചടി തന്നെ യുക്രൈന് നൽകാൻ പോകുന്നു എന്ന വിവരം ഈ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ചർച്ചയിൽ പുടിൻ തന്നെ വ്യക്തമാക്കി എന്നാണ് സൂചന. അതായത് തങ്ങൾക്കിനി വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ മനസ്സില്ല. അതായത് ഇതിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് തന്നെ ശക്തമായ ആക്രമണം നടത്തി യുക്രൈൻ എന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ആസൂത്രണവും ഒരുക്കവുമാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അമേരിക്ക നൽകുന്ന സൂചന. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, റഷ്യ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് എപ്പോഴും തിരിച്ചടിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വെടിനിർത്തലിലേക്ക് വരെ പോകുന്നു എന്ന് തോന്നിയ നിമിഷങ്ങളിലാണ് പലപ്പോഴും ഇതിന് തടസ്സങ്ങളുണ്ടായത്. പലപ്പോഴും യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് വെടിനിർത്തൽ ഉണ്ടാകുന്നതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതോടുകൂടി തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ജോ ബൈഡൻ അനുവദിച്ചു നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ യുക്രൈൻ പ്രയോഗിച്ചിരുന്നു. അതായത് ഒരു വെടിനിർത്തലിനോ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോ യുക്രൈന് താല്പര്യമില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പല ഘട്ടങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴെല്ലാം യുക്രൈൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ റഷ്യയ്ക്കു നേരെ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകുന്ന ആക്രമണം തന്നെ നടത്തിയിരിക്കുന്നു. റഷ്യയുടെ ഈ ക്രൂയിസ് മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള വിമാനങ്ങളിൽ 40% തകർത്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഈ യുക്രൈൻ എന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം റഷ്യ നടത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ആ സൂചനയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പുറത്തുവിടുന്നതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.